സാറ് ചോദിച്ചതെന്താണ്, കോൺഗ്രസ്സുകാർ വരികയാണെങ്കിൽ ആര് മുഖ്യമന്ത്രി ആവാമെന്ന് നന്നാവും എന്നുള്ളത്. എന്തിനാണ് സാറെ സംശയിക്കുന്നത്? വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിൽ ശരിയായ രീതിയിൽ ഇവിടുത്തെ ഭരണം പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി കാര്യങ്ങൾ കൂടെയൊക്കെ ശ്രദ്ധിക്കണം. അയാൾ വെറുതെ ഒരു പഴങ്ങിഞ്ഞാവാൻ പാടില്ല. അതെൻ്റെ ഒരു പ്രത്യേക റിക്വസ്റ്റാണ്. അയാൾ വരികയാണെന്നെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. സാർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് പറയുന്നത്. അയാൾ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ അയാളുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് അളിയനും ചേട്ടനും അനിയനും ആവാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ആഭ്യന്തരം അയാൾ കൈകാര്യം ചെയ്യണം. അയാൾ തന്നെയാണല്ലോ കുറെ കാലം ആഭ്യന്തരം കൈകാര്യം. ആരാ? രമേശ് ചെന്നിത്തല. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ ശരിക്കും രമേശ് ചെന്നിത്തലയാണ് ആ പാർട്ടിയിൽ മുഖ്യമന്ത്രിയാവാൻ ശരിയായ യോഗ്യത. മാത്രമല്ല അയാൾ സീനിയറാണ്, മാത്രമല്ല കുറേ പരിചയസമ്പന്നനാണ്. അപ്പം നമുക്ക് കീഴ്വഴക്കം ഇവിടെ അനിവാര്യമാണ്, കീഴ്വഴക്കം വേണം. പിന്നെ രമേശ് ചെന്നിത്തല സാർ ചോദിച്ചതിൻ്റെ ഒരു പറയാണ്, രമേശ് ചെന്നിത്തലയാണ് എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത്, അയാളാണ്. പക്ഷേ അയാളോട് പറയാൻ എനിക്ക് ഒന്നേ ഉള്ളൂ, ആവശ്യമില്ലാതെ കേന്ദ്രത്തിനെ ചൊറിഞ്ഞ് ഉള്ള ഇതുപോലെ പിണറായിക്ക് പറ്റിയതുപോലെ ഒന്നും ഉണ്ടാക്കി വെക്കാൻ പോകരുത്. പിന്നെ അളിയനാണ് മച്ചമ്പിയാണെന്നും പറഞ്ഞ് 5 ഇടതും 5 നിങ്ങളും വലതും അങ്ങനെയുള്ള പരിപാടിയൊന്നും വേണ്ട. ഉള്ള ഭരണമായിട്ട് നടത്തണം. 4 വോട്ടിന് വേണ്ടി ഇവർ ചെയ്തതുപോലെ അവർക്കൊക്കെ എഴുതി കൊടുത്ത് 5 കൊല്ലം കൂടെ ഞങ്ങൾ ഭരിപ്പിക്കാമെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു തന്നേക്കാം, ഞങ്ങൾ കുറെ കണ്ണടച്ചേക്കാം എന്നുള്ള വകുപ്പുകളൊന്നും ഇവിടെ കൊണ്ടുവരരുത്. ഭരിക്കുന്നതിൽ കൊള്ള മാന്യമായിട്ട് മര്യാദയായിട്ട് ഭരിക്കണം. നിങ്ങളാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ രമേശ് ചെന്നിത്തല തന്നെ വരണം. മാത്രമല്ല കഴിഞ്ഞു പോയിരിക്കുന്ന പല ഇവിടെ കാര്യങ്ങളുമുണ്ട്, കഴിഞ്ഞു പോയ പല കാര്യങ്ങളുണ്ട്, പല കേസുകെട്ടുകളുണ്ട്. എല്ലാം മൂടപ്പെട്ടതും മറയ്ക്കപ്പെട്ടതും ഒക്കെ. ഇതിനെല്ലാം തുമ്പുണ്ടാക്കുകയും വേണം, ഇതിനെല്ലാം പൊക്കിക്കൊണ്ട് വരികയും വേണം. അല്ലാതെ അളിയനാണ് മച്ചമ്പയാണ് കൂട്ടുകാരനാണെന്നും പറഞ്ഞ് ഇവിടെ ഒന്നും തടഞ്ഞു കളയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അടുത്ത പ്രാവശ്യം ഇതേ ഗതി നിങ്ങൾക്കും സംഭവിക്കും. അത് വരാതിരിക്കണം. ഇവിടെ പുരോഗമനം വേണം. യുവതികളെയും പരിഗണിക്കണം. ഇവിടുത്തെ കാർഷിക മേഖല പരിഗണിക്കണം, ടൂറിസം പരിഗണിക്കണം. ഇവിടെ മദ്യവും ലോട്ടറി മിറ്റ് മാത്രം കേരളം ജീവിച്ചാൽ പോരാ, അതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ പിണറായി ചെയ്തതുപോലെ ചെയ്യാൻ തുനിയരുത്. ആഭ്യന്തരത്തിന് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കണം. അവര് ശരിയായ രീതിയിൽ തെറ്റുകൾ ചെയ്യുന്നവരെ ആ തെറ്റുകൾ ചെയ്തു എന്നുള്ള സത്യസന്ധമായ മൊഴികൾ വേണം കോടതിയിൽ ഹാജരാക്കാനും. അല്ലാതെ എല്ലാം അങ്ങ് വിട്ടുകൊടുത്തിതാവരുത്. അത് താങ്കളത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്ത് താങ്കൾ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അത് വാഴായി പോയിട്ടില്ല. അത് എൻ്റെ ഈശ്വരൻ, ഞാൻ ധനിക്കുന്ന എൻ്റെ പ്രാർത്ഥി, എൻ്റെ ഈശ്വരൻ അത് അത് തെറ്റാക്കി മാറ്റിയിട്ടില്ല, ശരിയായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പം ചോദിച്ചതിന് മറുപടി ഞാൻ പറയാണ്, രമേശ് ചെന്നിത്തല തന്നെയാണ് യോഗ്യൻ. പക്ഷെ